കന്യാസ്ത്രീകളുടെ മോചനത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി സിറോ മലബാർ സഭയിൽ ഭിന്നതയെന്ന വാർത്ത അനുചിതമെന്ന് സഭ. ഛത്തീസ്ഗഡ് സർക്കാരിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. കന്യാസ്ത്രീകളുടെ മോചനത്തിനായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെടലുകൾ നടത്തിയെന്നും സഭയ്ക്കുള്ളിൽ ഭിന്നസ്വരമാണെന്ന് വരുത്തി തീർക്കുന്നത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമെന്നും സഭ. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഇതൊരു വായുവിൽ നിന്നുണ്ടായ വാർത്തയല്ല, പലതരം പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരമൊരു ഭിന്നതയുണ്ട് എന്നുള്ള വാർത്ത കൂടി വന്നിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കുകയാണോ സഭ? ജിൽസി, അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അതായത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മാധ്യമ വാർത്തകൾ അല്ലെങ്കിൽ എല്ലായിടത്തും വാർത്തകൾ വന്നതാണ്. അതായത് സഭയിൽ പലതരത്തിലുള്ള ഭിന്നതകളുണ്ടെന്ന് അത് വ്യക്തമാക്കുന്ന തരത്തിൽ പല രൂപതകളുടെയും ബിഷപ്പുമാർ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. തലശ്ശേരി രൂപതയുടെ ബിഷപ്പ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ സഹായിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ ജാമ്യം കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ ഇരിങ്ങാലക്കുട രൂപതയുടെ ബിഷപ്പ് അതിനെ പൂർണ്ണമായും തള്ളുകയായിരുന്നു. താമരശ്ശേരി രൂപത ജാമ്യം കിട്ടിയതുകൊണ്ട് ഇനി പ്രതിഷേധങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ കോഴിക്കോട് അത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടന്നു. എറണാകുളത്ത് ആലുവയിൽ പ്രതിഷേധങ്ങൾ നടന്നു. പക്ഷേ അപ്പോഴും സഭ ബി.ജെ.പിയെ വെറുപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ബി.ജെ.പിയെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന തരത്തിലല്ല പ്രതികരിച്ചിരുന്നത്. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ നന്ദി പറഞ്ഞതുകൊണ്ട് അവരുടെ ഇടപെടലാണ് ഇത്തരത്തിൽ ജാമ്യം കിട്ടാൻ സഹായകരമായത് എന്ന നിലയിലായിരുന്നു പ്രതികരിച്ചിരുന്നത്. ഏതായാലും ഈ ഭിന്നതകളുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുന്നതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി തന്നെ ഒരു വാർത്താക്കുറിപ്പ് സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ പുറത്തിറക്കുന്നത്. അതായത് ഭിന്നതകൾ എന്ന വാർത്ത അത് അനുചിതമാണ്, അത് മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നാണ് സഭ പറയുന്നത്. ഛത്തീസ്ഗഡ് സർക്കാരിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നും കന്യാസ്ത്രീകളുടെ മോചനത്തിനായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൃത്യമായ ഇടപെടലുകൾ നടത്തിയെന്നും സഭ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ദൂതനായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചു. അദ്ദേഹം ബന്ധപ്പെട്ട അധികാരികളെ കണ്ടു. അദ്ദേഹം CBCI അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ കണ്ട് എല്ലാ അപ്ഡേറ്റ്സും ഉണ്ടായി എന്ന് സഭ പറയുന്നുണ്ട്. ഒപ്പം തന്നെ മോചനത്തിന് വേണ്ടി സഹായിച്ച എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പത്രക്കുറിപ്പിലൂടെ നന്ദി അറിയിച്ചുവെന്നും ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് നേരത്തെ തന്നെ സഭ വ്യക്തമാക്കിയിരുന്നെന്നും സഭയുടെ ഔദ്യോഗിക വക്താവ് അത് എല്ലാ മാധ്യമങ്ങളിലോടും പറഞ്ഞിട്ടുണ്ടെന്നും സഭ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഭയ്ക്കുള്ളിൽ ഭിന്നസ്വരമാണ് എന്ന് വരുത്തി തീർക്കുന്നത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് സഭ പറയുന്നത്. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.